നമസ്തേ, യോഗ മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ആശ. നമ്മൾ ഇന്നിവിടെ ഉണ്ടല്ലോ 10 to 15 മിനിറ്റ്സിനുള്ളിൽ ചെയ്യാൻ സാധിക്കുന്ന കുറച്ച് കോർ സ്ട്രെങ്തനിങ് എക്സസൈസെന്നോ അല്ലെങ്കിൽ ആബ്സിന് വേണ്ടിയുള്ള നമ്മുടെ അബ്ഡോമൻ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന കുറച്ച് പ്രാക്ടീസസ് എന്നോ എല്ലാം പറയാൻ സാധിക്കുന്ന കുറച്ച് വർക്കൗട്ട് രീതിയിലുള്ള പ്രാക്ടീസാണ്. അല്ലെങ്കിൽ യോഗാസനയായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്രാക്ടീസുകളല്ല, കുറച്ച് വർക്കൗട്ടെന്നോ അല്ലെങ്കിൽ എക്സസൈസെന്നോ ഒക്കെ അതിനെ പറയാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നു. നിങ്ങളപ്പോൾ കണ്ടു നോക്കുക. വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ ആ ഒരു ജേണിയിലുള്ളവർ, ഇടയ്ക്ക് വെച്ച് സ്റ്റക്കായി പോയവർ, അങ്ങനെയുള്ളവരൊക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ റൊട്ടീൻ എന്താണോ അതിൻ്റെ കൂടെ ഇതുകൂടി ഇൻക്ലൂഡ് ചെയ്യാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ എന്തായാലും ഈ രീതിയിലുള്ള കുറച്ച് കോർ സ്ട്രെങ്തനിങ് പ്രാക്ടീസൊക്കെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ അഡ്വാൻസ് ആസനയൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മളുടെ സ്ട്രെങ്ത്ത് ഇമ്പ്രൂവ് ചെയ്യേണ്ടതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനത്തെ കുറച്ച് എക്സസൈസുകളും കൂടാതെ കുറച്ച് വെയിറ്റൊക്കെ കൂടിയിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടും ഈ ഒരു രീതിയിലുള്ള പ്രാക്ടീസ് ഞാൻ ഇപ്പോൾ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയിട്ടുണ്ടോ അല്ലെങ്കിൽ ഇങ്ങനത്തെ വീഡിയോസ് യൂസ്ഫുൾ ആണോ എന്ന് എന്നോട് പ്രത്യേകം കമൻറ്റിലൂടെ പറയണേ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞോട്ടെ, ഇത് ചെയ്തതുകൊണ്ട് മാത്രം ആരുടെയും വയറോ വണ്ണോ ഒന്നും കുറയാൻ പോകുന്നില്ല. 70 to 80% നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ്, അല്ലെങ്കിൽ ഡയറ്റ് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. അപ്പോൾ അത് മനസ്സിൽ വെച്ചുകൊണ്ട് ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണെങ്കിലും എമൗണ്ട് കൂടിയാലും പ്രശ്നമാണ്. അപ്പോൾ എമൗണ്ട് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്, ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് കൂടി ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നിങ്ങൾ മൈൻഡിൽ വെക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് ആദ്യത്തെ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യാം. ഓൾട്ടർനേറ്റ് ലെഗ് റേസിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് മലർന്ന് കിടക്കുക. കൈകൾ ശരീരത്തിൻ്റെ വശങ്ങളിൽ കൈപ്പത്തി താഴോട്ടായിട്ട് പതിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ കൈകൾ താഴെയായിട്ട് കയറ്റി വെച്ചുകൊണ്ടും ചെയ്യാം. ഓക്കെ, ഞാനിവിടെ കൈകൾ വശങ്ങളിലാണ് വെച്ചിട്ടുള്ളത്. ശ്വാസം എടുത്തുകൊണ്ട് വലത് കാലിന് 90 ഡിഗ്രീസ് ഉയർത്തുക, ശ്വാസം വിട്ടുകൊണ്ട് താഴ്ത്തുക. ഇനി ആദ്യമായിട്ട് ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ അല്ലാതെ തന്നെയും ചിലപ്പോൾ 90 ഡിഗ്രീസ് ഉയർത്താൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെ വരെയാണോ ഉയർത്താൻ പറ്റുന്നത്, കാൽമുട്ട് മടക്കാതെ നിങ്ങൾക്ക് എവിടെ വരെ ഉയർത്താൻ പറ്റുമോ ആ രീതിയിൽ ഉയർത്തുക, താഴ്ത്തുക. ഓക്കെ, റെഡി അല്ലേ? സ്റ്റാർട്ട് ചെയ്യാം. ഇൻഹെയിൽ അപ്പ്, എക്സെയിൽ ഡൗൺ. 2 3 4 5 6 7 8 9 and 10. ഓക്കെ, അപ്പോൾ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ലെഗ് റേസിംഗ് ആണ് ചെയ്തത് അല്ലേ? അതിൽ ചെറിയൊരു വേരിയേഷൻ. അപ്പോൾ ഇതിൽ ഞാൻ കൈകൾ ബാക്കിൽ സപ്പോർട്ട് ചെയ്യാൻ റെക്കമെൻഡ് ചെയ്യും. അല്ലെങ്കിൽ ബിഗിനേഴ്സ് ആണെങ്കിൽ കൈകൾ സപ്പോർട്ട് ചെയ്തിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യുന്നത് ശ്വാസം എടുത്ത് 2 കാലുകൾ ഉയർത്തും. എന്നിട്ട് എക്സെയിൽ ചെയ്യുമ്പോൾ വലത് കാല് താഴേക്ക്, ഇൻഹെയിൽ ചെയ്ത് വലത് കാല് ഉയർത്തുക, എക്സെയിൽ ചെയ്ത് ഇടത് കാല് താഴേക്ക്, ഇൻഹെയിൽ ചെയ്ത് കാല് ഉയർത്തുക. ഓക്കെ, സെയിം തന്നെയാണ്. ആകെ വരുന്ന വ്യത്യാസം കാലുകൾ രണ്ടും മുകളിലോട്ട് ഉയർത്തിയാണ് നമ്മൾ ഈ ഒരു പൊസിഷനിൽ പിടിച്ചിരിക്കുന്നത്. ചെയ്ത് നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 and 12. ഓക്കെ, 10 to 12 റൗണ്ട്സ് ആണ് ചെയ്തിട്ടുള്ളത്. എക്സെയിൽ ചെയ്തുകൊണ്ട് റിലീസ് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ബാക്ക് പെയിൻ ഉള്ളവർ 2 കാലുകൾ ഒരുമിച്ച് ഉയർത്തരുത്. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം ഈ ഒരു പോസ് ചെയ്യാനായിട്ട്. നമ്മൾ നേരത്തെ ചെയ്ത സെറ്റ് തന്നെ റിപ്പീറ്റ് ചെയ്യുക. കാല് താഴെ വെക്കുക, ബെറ്റർ ബാക്കിൽ സപ്പോർട്ട് ചെയ്യുക കൈകൾ, ദെൻ കാലുകൾ ഉയർത്തി താഴ്ത്തുക. ഓക്കെ, ഇനി നമ്മൾക്ക് 2 കാലുകൾ ഒരുമിച്ചാണ് ചെയ്യുന്നത്. ഇതിലും നേരത്തെ പറഞ്ഞതുപോലെ പ്രത്യേകം ബാക്ക് പെയിൻ ഉള്ളവർ 2 കാലുകളും ഒരുമിച്ച് ഉയർത്തി താഴ്ത്തരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഡിസ്കിൻ്റെ ഇഷ്യൂസോ അല്ലെങ്കിൽ ബാക്ക് പെയിനോ ഉണ്ടെങ്കിൽ അവർ ചെയ്യാതിരിക്കുക. ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ പോലും ചിലർക്ക് 2 കാലുകൾ ഒരുമിച്ച് ഉയർത്തി താഴ്ത്തുമ്പോൾ ബാക്കിന് സ്ട്രെയിൻ തോന്നാറുണ്ട്. അപ്പം നിങ്ങളുടെ ശരീരത്തിന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് മാത്രം അത് കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, അപ്പം ഞാൻ ബാക്കിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 2 കാലുകളും ഉയർത്തി താഴ്ത്താം. 1 2 3 4 5 6 7
8. കാല് താഴെ മുട്ടുന്നതിന് മുന്നേ തന്നെ ഉയർത്താം. 9, 10, 11 and 12. അവിടെ മെയിൻറ്റെയിൻ ചെയ്തേ. 1, നോർമൽ ബ്രീത്തിങ്. 2, 3, 4, 5, 6, 7, 8, 9 and 10. റിലീസ് ചെയ്തു. കൈകൾ റിലീസ് ചെയ്യുക, റിലാക്സ് ചെയ്യുക. അടുത്തതായിട്ട് നമ്മൾ 2 കാലുകളും കൊണ്ട് സർക്കിൾ ചെയ്യാൻ പോവാണ്. അതായത് നിങ്ങളുടെ കാലിൻ്റെ വിരലിൽ ഒരു ചോക്ക് വെച്ചിട്ട് വലിയ വട്ടം അതുകൊണ്ട് വരക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ സർക്കിൾ ചെയ്യും? അതേപോലെ നമ്മൾ സർക്കിൾ ചെയ്യാൻ പോവാണ്. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. ഇതിലും ഞാൻ പറഞ്ഞതുപോലെ കൈ നിങ്ങൾക്ക് ബാക്കിൽ സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കാം. എന്നിട്ട് 1, 2, 3, നോർമൽ ബ്രീത്തിങ്, അല്ലെങ്കിൽ ഇൻഹെയിൽ ചെയ്ത് ഉയർത്തി എക്സെയിൽ ചെയ്ത് താഴ്ത്തുക. 4, 5, 6, 7, 8, 9 and 10. ഓക്കെ, ഇത് നേരെ എതിർവശത്തേക്ക്. അപ്പോൾ നമ്മളിപ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരുന്നെങ്കിൽ ഇനി ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8, 9 and 10. ഓക്കെ, റിലീസ് ചെയ്തു. കുറച്ച് നേരം റിലാക്സ് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഏതൊരു നോർമൽ ബ്രീത്തിങ്ങിൽ ചെയ്തു പോവാം, അല്ലെങ്കിൽ ഇൻഹെയിൽ ചെയ്ത് വട്ടം കാല് മുകളിലോട്ട് വരുമ്പോൾ ഇൻഹെയിലും എക്സെയിൽ ചെയ്ത് താഴേക്കും, ഇൻഹെയിൽ ആൻഡ് എക്സെയിൽ, ആ രീതിയിൽ ചെയ്യുക. ഓപ്പോസിറ്റിലും ശ്വാസം ഇൻഹെയിൽ ചെയ്ത് ഉയർത്തി എക്സെയിൽ ചെയ്ത് താഴ്ത്തുക, ആ രീതിയിൽ കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ അല്ലേ? യെസ്. കാല് രണ്ടും മുട്ട് മടക്കി വെച്ചിരിക്കുകയാണ്. കൈ മുകളിലോട്ട് ഉയർത്തുക. നമ്മൾ ഇരിക്കുന്ന പൊസിഷനിലോട്ട് വരാൻ പോവാണ്. ഇൻഹെയിൽ, എക്സെയിൽ, ലൈ ഡൗൺ. 2, 3, 4, 5, 6, 7, 8, 9 and 10. യെസ്, റിലീസ് ചെയ്യാം. ഓക്കെ, ലാസ്റ്റായിട്ട് നമുക്ക് സ്പൈനൽ ട്വിസ്റ്റ് ആണ് ചെയ്യുന്നത്. വലത് കാല് മുട്ടുമടക്കി ഇടത് കാൽമുട്ടിന് മുകളിൽ വെച്ചു. ഇടത് കൈ കൊണ്ട് വലത് കാൽമുട്ടിനെ പിടിച്ചിട്ട് എക്സെയിൽ ആൻഡ് ട്വിസ്റ്റ്. കാല് വലത് കാൽമുട്ട് ഇടത് വശത്തോട്ട് തിരിച്ചു കൊടുത്തു. വലത് കൈ സാധിക്കുമെങ്കിൽ ഷോൾഡർ ലെവലിൽ നീട്ടി വെക്കാം. നോർമൽ ബ്രീത്തിങ്. 10 ബ്രെത്ത്. റിലാക്സ് ചെയ്താൽ സ്ട്രെച്ച് ഒന്ന് അറിഞ്ഞ് അവിടെ മെയിൻറ്റെയിൻ ചെയ്തേ. ഇൻഹേൽ, ശ്വാസം എടുത്തുകൊണ്ട് കാല് നേരെ കൊണ്ടുവന്നു. ശ്വാസം വിട്ടുകൊണ്ട് റിലീസ് ചെയ്യുക. എതിർവശം ഇടത് കാല് മുട്ടുമടക്കി വലത് കാൽമുട്ടിന് മുകളിൽ വെച്ചു. ദെൻ വലത് കൈ കൊണ്ട് ഇടത് കാൽമുട്ടിനെ പിടിച്ചിട്ട് ട്വിസ്റ്റ് ചെയ്യുക. അതായത് ഇടത് കാൽമുട്ട് വലതുവശത്തോട്ട് തിരിച്ചു കൊടുക്കാം. എന്നിട്ട് ആ ഒരു ട്വിസ്റ്റിങ് അറിയുക. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ ഇടത് തോള് ഉയർന്നു പോവരുത്. ഇടത് തോള് മാക്സിമം താഴോട്ട് പതിച്ച് വെക്കാനായിട്ട് ശ്രമിക്കുക. ആ ഒരു സ്ട്രെച്ച് ഒന്ന് അറിഞ്ഞ് അവിടെ നോർമൽ ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. റിലാക്സ് ചെയ്ത് 5 മുതൽ 10 ബ്രെത്ത് അവിടെ മെയിൻറ്റെയിൻ ചെയ്ത് റിലാക്സ് ചെയ്യാൻ അനുവദിച്ചു കൊടുക്കാം. ശേഷം ശ്വാസം എടുത്ത് നേരെ വന്നു വിട്ടുകൊണ്ട് കാലുകൾ റിലീസ് ചെയ്യാം. കാലുകളകത്തി, കൈകളകത്തി.
1 മിനിറ്റ് ശവാസനയിൽ പൂർണ്ണമായിട്ട് റിലാക്സ് ചെയ്യാൻ അനുവദിച്ചു കൊടുക്കാം. Three rounds deep inhalation and exhalation. ശ്വാസം എടുത്തുകൊണ്ട് വയറ് പുറത്തേക്ക് വീർപ്പിച്ചു കൊടുക്കാം. Inhale, exhale, breathe in, breathe out. ആവശ്യത്തിന് റിലാക്സേഷൻ നിങ്ങൾക്ക് എടുക്കാം. ശവാസനയിൽ ഉറങ്ങിപ്പോവാതെ അവയർനെസ്സോട് കൂടി ശരീരത്തെ നിരീക്ഷിച്ച് ശ്വാസഗതിയെ നിരീക്ഷിച്ച് റിലാക്സ് ചെയ്യുക. ഓരോ ശരീരഭാഗങ്ങളും ലൂസൻ ചെയ്ത് റിലാക്സ് ചെയ്യാൻ അനുവദിച്ചു കൊടുക്കുക. എത്ര സമയം നിങ്ങൾക്ക് റിലാക്സേഷൻ ആവശ്യമുണ്ടോ അതിനെടുക്കാം. ശേഷം കൈകളും കാലുകളും ചേർത്ത് വെക്കാം. ഒരു വശം ചരിഞ്ഞ് എഴുന്നേറ്റിരിക്കുന്ന സ്ഥിതിയിലോട്ട് വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നൊരു 10 മിനിറ്റ് ക്വിക്കായിട്ടുള്ള ഒരു അബ്ഡോമൻ വർക്കൗട്ട് എന്നോ അല്ലെങ്കിൽ തുടക്കക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്നുള്ള ഒരു പ്രാക്ടീസ് എന്നോ എല്ലാം നമുക്ക് പറയാം. ഇത് യോഗയാണ് എന്നൊന്നും ഞാൻ പറയില്ല. നമ്മൾ ആബ്സിന് അല്ലെങ്കിൽ വയറാണല്ലോ എല്ലാവരുടെയും പ്രശ്നം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് യൂസ്ഫുൾ ആകുന്ന കുറച്ച് പ്രാക്ടീസാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഡെയിലി മറ്റെന്ത് പ്രാക്ടീസാണോ യോഗ ചെയ്യുന്നവരാണെങ്കിലും ഇതുകൂടി ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് അതിൻ്റെ വ്യത്യാസം അറിയുക. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാം, ഫുഡിലൊരു കൺട്രോളും ഇല്ലാതെ കഴിച്ചിട്ട് ഇത് മാത്രം ചെയ്തത് കൊണ്ട് നമ്മുടെ ആരുടെയും വയറ് കുറയാനായിട്ട് പോകുന്നില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. 70 to 80% ഡയറ്റിൽ തന്നെയാണ് വെയിറ്റ് ലോസ് എന്നുള്ളൊരു ഫാക്ട് അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒപ്പം നിങ്ങൾ ഈ ഒരു പ്രാക്ടീസ് കൂടി ചെയ്യുക. ഞാൻ പറഞ്ഞതുപോലെ സൂര്യ നമസ്കാരയും നമ്മൾ 1 hour 30 minutes 45 minutes എല്ലാം പ്രാക്ടീസ് ഇട്ടിട്ടുള്ളതാണ്. പ്രാണായാമ, റിലാക്സേഷൻ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട്. അപ്പോൾ നമ്മുടെ പ്ലേലിസ്റ്റിൽ പോയിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ കുറച്ച് കോർ സ്ട്രെങ്തനിങ് എക്സസൈസുകളൊക്കെ ഞാൻ പേഴ്സണലി ഇൻക്ലൂഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഒരു ടൈമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. അപ്പോൾ എന്തായാലും ഇത് യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നമസ്തേ.